ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു. നമ്മൾ കർത്താവിൻ്റെ വരവിലേക്ക് ഒരു ദിവസം അടുത്തു. ഒരു ദിവസം കൂടി നിത്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. കർത്താവിനോട് കൂടെയുള്ള ജീവിതം എത്ര ഭാഗ്യകരമാണ്, എത്ര ശ്രേഷ്ഠമാണ്, എത്ര അനുഗ്രഹീതമാണ്, എത്ര അവർണ്ണനീയമാണ്. കാരണം ഇങ്ങനെയൊരു കൂട്ടായ്മ നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചാലും നമുക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ പിതാവ് വിളിച്ചു. പുത്രൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മൾ 1 കൊരിന്ത്യർ 1:9 വായിക്കുന്നുണ്ട്. നമ്മളെ പുത്രൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ പിതാവിൻ്റെ വിശ്വസ്തതയാണ് ഇന്നും നമുക്ക് ആ കർത്താവിൻ്റെ കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് കർത്താവിനെ കേൾക്കുവാനായിട്ട് ഇടയാകുന്നത്. അപ്പം നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മറ്റു രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലല്ലോ. വളരെ പരിമിതമായ സമയം. ആ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. കേൾക്കുന്നവർക്ക് ആ നിലയിലൊരു ആത്മീയ ഉന്നതി ഉണ്ടാകണം എന്നുള്ള ഹൃദയവാഞ്ച കൊണ്ട് ഞാനത് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ 24-ാം വാക്യത്തിൽ വായിച്ചു, നാം പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അതിൻ്റെ അവസാനം നോക്കുക, നാം പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞ് നാം ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗലാത്യർ 3:27 എന്നത് നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ധരിച്ചവരായിരിക്കുന്ന ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം? ആ പുതുമനുഷ്യനിൽ വേണ്ട 7 ഗുണങ്ങളാണ് ബാക്കിയുള്ള വാക്യങ്ങളിൽ അവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 3 കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഒന്ന്, നമ്മൾ സത്യം സംസാരിക്കണം. നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സത്യം പറയുന്നവരായിരിക്കണം. 2, നമ്മൾ പാപം ചെയ്യാതിരിപ്പീൻ. നമ്മൾ ഒരിക്കൽ പാപത്തിൻ്റെ ദാസ്യത്തിലായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ നമ്മളെ ആ പാപത്തിൻ്റെ ദാസത്വത്തിൽ നിന്നും വിടുവിച്ചു. ഇന്ന് നമ്മൾ ദൈവമക്കളായി തീർന്നപ്പോൾ നമ്മൾ വീണ്ടും പാപത്തിൽ തുടരുവാൻ ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പാപം ചെയ്യാതിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഞാൻ വിശുദ്ധരായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ഉത്സുകരായിരിക്കണം. പാപമെന്ന് പറഞ്ഞാൽ ദൈവ വഴി വിട്ടു പോകുന്നതെല്ലാം പാപമാണ്. എല്ലാ അധർമ്മവും പാപം തന്നെ. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്തില്ല എങ്കിൽ അത് പാപമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി വരുന്ന ഏത് കാര്യവും പാപമാണ്. ദൈവഹിതത്തിന് പുറത്തു പോകുന്നത് പാപമാണ്. അപ്പോൾ മൂന്നാമത് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് പിശാചിനിടം കൊടുക്കരുതെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ശത്രുവായ പിശാചിനിടം കൊടുത്താൽ അവൻ തൻ്റെ സിംഹാസനം നമ്മളിൽ വയ്ക്കും. നമ്മളെ വീണ്ടും അവൻ അടിമയാക്കും. അവൻ ഒരിക്കലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല നമ്മളിലേക്ക് വരുന്നത്. അവന് നമ്മൾ അവസരം കൊടുക്കുന്നത് അത് വലിയൊരു ചതിവായിരിക്കും. അതിന് നമ്മൾ അനുഭവങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ കാണുകയുണ്ടായി. ദൈവമക്കളെ, നമുക്ക് തിരുവചനത്തിലൂടെ ലഭിക്കുന്ന ഓരോ പ്രബോധനങ്ങളും അത് നമ്മൾ നിസ്സാരമായി കാണരുത്. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യത്തിൽ നമ്മൾ വളരെ ഉത്സുകരായിരിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ഇന്ന് 4-ാമത്തെ കാര്യം, നമ്മളിൽ കാണേണ്ടതായ പുതുമനുഷ്യന് കാണേണ്ടതായ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന വ്യക്തിയിൽ കാണേണ്ടതായ 4-ാമത്തെ ഗുണം അതിൻ്റെ 28-ാം വാക്യമാണ്. എഫേസ്യ ലേഖനം 4:28 ഞാൻ വായിക്കാം. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് കള്ളൻ. അപ്പോൾ നമ്മളൊക്കെ ഒരു വിധത്തിൽ ആരായിരുന്നു? പല നിലകളിലുള്ള കള്ളം നമ്മളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കള്ളൻ ഇനി എന്ത് ചെയ്യാൻ പാടില്ല? കള്ളൻ ഇനി കക്കാൻ പാടില്ല. ക്രിസ്തുവിലായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ പാപ സ്വഭാവങ്ങളിലേക്ക് പോകാൻ പാടില്ല. അത് നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. നോക്കുക, മാത്രമല്ല നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ കൂട്ടത്തിൽ മുട്ടുള്ളവർ, പ്രയാസം അനുഭവിക്കുന്നവർ, അവരെ നമുക്ക് സഹായിക്കുവാനായിട്ട് കഴിയണം.
ഈ മോഷ്ടിക്കുക, മോഷ്ടാവ് ഇനിയും മോഷ്ടിച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് തിരുവചനം പറയുന്നത് അല്ലേ? ഈ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരുവൻ്റെ വസ്തുവിനെ അവൻ്റെ അനുവാദം കൂടാതെ നമ്മൾ എടുക്കുന്നതിനെയാണ് മോഷണം എന്ന് പറയുന്നത്. എന്താണ്? മറ്റൊരു വ്യക്തിയുടെ ഒരു വസ്തു, ഒരു സാധനത്തെ അവൻ്റെ അനുവാദം കൂടാതെ നമ്മൾ സ്വന്തമാക്കുന്നതിനെയാണ് മോഷണം എന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവ് കൊടുത്ത 10 കൽപ്പനയിൽ 8ാമത്തെ കൽപ്പനയാണ്, ചെറിയൊരു വാക്യമാണെങ്കിലും, മോഷ്ടിക്കരുത്. എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 8 അല്ലേ? മോഷ്ടിക്കരുത്. വേഴ്സ് 15. എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 15. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വാക്കേ ഉള്ളൂ, മോഷ്ടിക്കരുത്. അതൊരു കൽപ്പനയാണ്. അപ്പോൾ ആ കൽപ്പനാ ലംഘനം ഇന്ന് ഏതെല്ലാം നിലയിൽ ജനങ്ങൾ വരുത്തുന്നുണ്ട്, ചിന്തിക്കുക. അപ്പോൾ ഈ മോഷണ സ്വഭാവം അത് ഒരു പൈശാചിക സ്വഭാവമാണ്, അതൊരു പാപമാണ്. അങ്ങനെ മോഷ്ടിക്കാൻ പാടില്ല. മാത്രമല്ല, നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? നമുക്കറിയാം, കർത്താവിനോട് കൂടെ സഞ്ചരിക്കുന്ന വ്യക്തി 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നല്ലോ ഇസ്കറിയോത്ത യൂദ. കർത്താവ് ലാസറിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ അവിടെ മറിയ കൊണ്ടുവന്ന് കർത്താവിൻ്റെ മേൽ തൈലം പൂശുന്നതും, അപ്പോൾ ഈ ഇസ്കറിയോത്ത യൂദ പറയുന്ന ഒരു വാക്ക് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ യോഹന്നാൻ 12-ാം അധ്യായം, ആ 12-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, ജോൺ ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 6. ഇത് ദരിദ്രന്മാരെ കുറിച്ച് പാൻസ്യപ്പെടേണ്ടി അതിൻ്റെ 5 മുതൽ വായിക്കാം. ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ ഇത് എന്തെന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കൽ ആകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. കണ്ടോ? അപ്പം ഈ ചിലരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു വളരെ വിശുദ്ധരാണെന്നും മറ്റുള്ളവരെ കുറിച്ച് ചിന്തയുള്ളവരാണെന്നൊക്കെ നമുക്ക് തോന്നും. ചിന്തിക്കണം, നമ്മൾ വഞ്ചിക്കപ്പെടരുത്. മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയും നമ്മൾ വഞ്ചിക്കപ്പെടാം. അപ്പോൾ ഇവിടെ ഇസ്കറിയോത്ത യൂദാവിൻ്റെ വാക്ക് കേട്ടാൽ അവന് കർത്താവിനേക്കാളും ദരിദ്രരെക്കുറിച്ച് ചിന്തയുണ്ടെന്ന് തോന്നിപ്പോവും. കർത്താവ്, നീ ഇത് തടയേണ്ടതായിരുന്നു, ഇത് വിറ്റ് നമുക്ക് അത് പണമാക്കിയിരുന്നെങ്കിൽ ഒരുപാട് ദരിദ്രർ കൊടുക്കാമായിരുന്നല്ലോ. നോക്കണം. എന്നാൽ അവനെക്കുറിച്ച്, അവൻ കള്ളനാകൊണ്ടാണ്. നോക്കുക, അവന് ദരിദ്രരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കൽ ആകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. അവനൊരു മോഷ്ടാവായിരുന്നു. അപ്പം ഈ ഇസ്കറിയോത്ത യൂദയെക്കുറിച്ച് യോഹന്നാൻ 6:70 കർത്താവ് പറഞ്ഞ എന്താ അറിയാവോ? ഇസ്കറിയോത്ത യൂദയെക്കുറിച്ച് ജോൺ ഗോസ്പൽ ചാപ്റ്റർ 6:70. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ? അപ്പോൾ ഇവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവൻ ആരാണ്? പിശാചാണെന്നാണ്. അപ്പം കള്ളൻ എന്തിനാണ് വരുന്നത്? അവൻ കാക്കാനാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇന്നലെയും ആ കാര്യം ചിന്തിക്കുകയുണ്ടായി. യോഹന്നാൻ 10:10 കർത്താവ് പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളൻ്റെ സ്വഭാവം അവിടെ 3 സ്വഭാവം പറഞ്ഞിരിക്കുന്നത്: മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക. നോക്കുക പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കള്ളനായി ജീവിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ അനുവാദം കൂടാതെ അവരിൽ നിന്നും എന്തെങ്കിലും എടുത്തു മാറ്റാൻ പാടില്ല. ചിന്തിക്കുക. അപ്പോൾ നമ്മൾ എത്രമാത്രം ആ കാര്യത്തിൽ മാത്രമല്ല, ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മൾ മോഷ്ടിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കഴിയണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിനൊരു നല്ല അനേക ദൃഷ്ടാന്തങ്ങളുണ്ട്. 1-2 കാര്യം ഞാൻ ഓർപ്പിക്കാം. അത് ഫിലമോൻ്റെ ലേഖനത്തിലാണ്. ഫിലമോൻ്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 10-11 വാക്യം വായിക്കുമ്പോൾ, ഫിലമോൻ്റെ ലേഖനം, ഫിലമോൻ
ഫിലമോൻ ചാപ്റ്റർ 1 വേഴ്സ് 10 and 11. അപ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന അതിശ്രേഷ്ഠമായ ഒരു കാര്യം, പിന്നെ തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. നോക്കുക, അപ്പം ഈ ഒനോസിമോസിനെ കുറിച്ച് പറഞ്ഞാൽ, ഈ ഒനോസിമോസ് ഫിലമോൻ്റെ ഒരു അടിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ അല്പമായിട്ട് പറയാം, ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടതാണെങ്കിലും സമയത്തിൻ്റെ പരിധി കൊണ്ട്. എന്നാൽ ഈ നല്ല യജമാനനായ ഫിലമോനെ വിട്ട് ഈ ഒനോസിമോസ് ഫിലമോൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന ചില വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് താൻ ഓടിപ്പോയി. അത് കൊണ്ടുപോയി വിൽക്കുന്ന സമയത്ത് പോലീസ് പിടിച്ചിട്ട് ഇവനെ കൊണ്ട് ജയിലിലടച്ചു. ജയിലിലടച്ചു കഴിഞ്ഞപ്പോൾ നോക്കണം ദൈവത്തിൻ്റെ അവനോടുള്ള കൃപ. അവൻ അടയ്ക്കപ്പെട്ടത് അവനോടുകൂടെയായിരുന്നു. ആ ജയിലിൽ അതേ റൂമിലേക്ക് ഇവനെയും അടയ്ക്കാനിടയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് പൗലോസ് ഒനോസിമോസിനോട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുകയും അവൻ അവിടെ വെച്ച് രക്ഷിക്കപ്പെടുകയും ചെയ്തു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആളാകെ മാറി, ആളിൻ്റെ വിധമാകെ മാറി. നമ്മൾ ചിന്തിക്കണം, നിശ്ചയമായും 2 Corinthians 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതെത്രയോ സത്യമാണ് പ്രിയമുള്ളവരെ. അവനൊരു പുതിയ സൃഷ്ടിയായി മാറി. ഇപ്പോൾ അവൻ എന്താണ്, പൗലോസിനെ ശുശ്രൂഷിക്കുന്നതിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവൻ കഠിനാധ്വാനം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒനോസിമോസിനെ കുറിച്ച് പൗലോസ് ചോദിച്ചറിഞ്ഞപ്പോൾ ഈ ഒനോസിമോസ് ഫിലമോൻ എന്ന് പറയുന്ന പൗലോസിലൂടെ വിശ്വാസത്തിൽ കടന്നു വന്ന ഒരു കൂട്ട സഹോദരൻ്റെ അടിമയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പൗലോസിന് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ പൗലോസ് ഈ ഫിലമോനോടുള്ള സ്നേഹം നിമിത്തം, അവൻ്റെ സ്വഭാവ വൈശിഷ്ട്യ നിമിത്തം ഈ ഒനോസിമോസിന് ഈ എഴുത്തും എഴുതി അവൻ്റെ അടുക്കൽ അയക്കുക. അപ്പോൾ ഇവിടെ പറയുമ്പോൾ അതിൻ്റെ 12ാമത്തെ വാക്യം വായിക്കുന്നത്, എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. നോക്കുക, അപ്പോൾ ഒനോസിമോസ് ഇപ്പോൾ പൗലോസിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എനിക്ക് പ്രാണപ്രിയൻ, നോക്കുക, എനിക്ക് പ്രാണപ്രിയൻ, വളരെ പ്രിയനായി താൻ മാറി. ഈ ഒനോസിമോസിനെ കുറിച്ച് കൊളോസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, കൊളോസ്യം ചാപ്റ്റർ 4 വേഴ്സ് 9, അവിടെ ഒനോസിമോസിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. അവിടെ തീക്കോസിനോട് കൂടെ അയക്കുമ്പോൾ ഇവിടെ പറയുന്ന അതിൻ്റെ 9-ാം വാക്യം, ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനോസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അപ്പോൾ തീക്കോസിനോട് കൂടെ അയക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ ആ ഭാഗം പിന്നെ അതിന് മുമ്പുള്ള വാക്യം മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, അതിൻ്റെ 7 മുതൽ. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ഒനോസിമോസിനെ കുറിച്ച് പറയുമ്പോൾ അവൻ വിശ്വസ്തനും പ്രിയനുമായ സഹോദരനാണ്. അവൻ വിശ്വസ്തനും പ്രിയനുമായ സഹോദരൻ. പ്രിയമുള്ളവരെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് സകലതും കഴിഞ്ഞുപോയി, ഇപ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. നമ്മൾ ഇതിനു മുൻപും അനേകം പ്രാവശ്യം വായിച്ചിട്ടുള്ള ഭാഗമാണല്ലോ. പിന്നെ ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 27-ഉം 28-ഉം വാക്യം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ക്രിസ്തു യേശുവിൽ നിങ്ങൾ ഒന്ന്. അതിനേക്കാളും ഗഹനമായൊരു വാക്യമാണ് കൊളോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. പ്രിയമുള്ളവരെ, ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, സകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവേശുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. കണ്ടോ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ എല്ലാമായിട്ട് ആരാണ്?
കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം. ദൈവമക്കളെ, ഇവിടെ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ഈ ഫിലമോന് ഒനോസിമോസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസിൻ്റെ ഉള്ളിൽ എന്ത് സന്തോഷമാണ് പറ. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, നിനക്ക് പകരം അതിൻ്റെ 13-ാം വാക്യം, ഫിലമോൻ 13-ാം വാക്യം, സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണനിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അതാ പ്രിയമുള്ളവരെ, കൂട്ടു സഹോദരന്മാരോടുള്ള ആത്മാർത്ഥത എത്ര വലിയ കാര്യമാണ്. എന്നിട്ട് ഒരു ചെറിയൊരു ഉപദേശം കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. എന്താ അറിയാമോ? അതിൻ്റെ 16-ാം വാക്യം, 16, അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്കും പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്രയധികം. എന്നിട്ട് പറയാണ് അതിൻ്റെ 17-ാം വാക്യം, ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്ത് കൊള്ളുക. നോക്കുക, അവനെ എന്നെപ്പോലെ, നീ എന്നെ എങ്ങനെ ബഹുമാനിക്കുന്നോ സ്നേഹിക്കുന്നോ അതേ അവസ്ഥയിൽ നിന്റെ അടിമയായിരുന്ന ഒനോസിമോസിനെ നീ കാണണം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ 18-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ നിന്നോട് വല്ലതും അന്യായപ്പെട്ടിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക. എത്ര വിലപ്പെട്ട കാര്യമാണ് നിങ്ങളെ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം അത് എത്ര ആഴമുള്ളതാണ് നോക്കുക. അപ്പോൾ ഇവിടെ കള്ളനായിരുന്ന ഈ ഒനോസിമോസ് ഇപ്പോൾ വലിയ ഉപകാരിയായി മാറിയിരിക്കുകയാണ്. അതാണ് ദൈവം എല്ലാ വിശുദ്ധന്മാരിലും ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായിത്തീരണം. കർത്താവിന് മഹത്വം കരയേറ്റുന്നവരായിത്തീരണം. അങ്ങനെയാകുമ്പോൾ നമ്മളിലൂടെ ദൈവനാമം അധികമായി മഹത്വപ്പെടുവാൻ ഇടയായിത്തീരും. ചിന്തിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്, ഇനിയും നമ്മൾ ക്രിസ്തുവിലായ ശേഷം വീണ്ടും നമ്മൾ കാക്കാൻ പോകരുത്. അതിനൊരു ദൃഷ്ടാന്തം കൂടി പെട്ടെന്ന് ഞാൻ പറയാം. നമുക്ക് ഇത് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അറിയിക്കേണ്ടതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം, സക്കായിയുടെ ജീവിതം നമുക്കറിയാം അല്ലേ? സക്കായി ആരായിരുന്നു? സക്കായി ചുങ്കക്കാരുടെ പ്രമാണിയായിരുന്നു. നമ്മൾ 19:2 വായിക്കുന്നു. അപ്പോൾ സക്കായിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വന്നപ്പോൾ, അതിൻ്റെ ചരിത്രം മുഴുവൻ ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ സക്കായിയുടെ ജീവിതത്തിൽ കർത്താവ് വന്നപ്പോൾ സക്കായി പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ നേരത്തെ ഇങ്ങനെ ധനവാനായിത്തീർന്നത് എങ്ങനെയാ? നിശ്ചയമായും അവൻ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം പണങ്ങൾ ആക്രമിച്ചു പിടിച്ചിരുന്നു, അല്ലെങ്കിൽ തെറ്റായ നിലയിൽ സമ്പാദിച്ചു. അങ്ങനെ ഒരു രീതിയിൽ ഒരു വലിയ മോഷ്ടാവായിരുന്നു. എന്നാൽ ആ മോഷ്ടാവായ സക്കായി കർത്താവിലായി കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നത് ആ ഒരു വാക്യം തന്നെ വളരെ വളരെ ധാരാളമാണ്. അതിൻ്റെ 19-8 വാക്യം അവിടെ സക്കായി നിന്നുകൊണ്ട് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വലുതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണം. അപ്പോൾ എത്ര വ്യക്തമായിട്ടല്ലേ 4 മടങ്ങി. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 22-ന്റെ 1-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ആടിനെ എന്തെങ്കിലും മോഷ്ടിച്ചാൽ 4 മടങ്ങ് ഇരട്ടി കൊടുക്കട്ടെ എന്നാണ്. നോക്കുക, അവൻ പറയാണ്, ഞാൻ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. സക്കായുടെ ജീവിതം എത്രമാത്രം വ്യത്യാസപ്പെട്ടു. ഒരു പിടിച്ചുപറിക്കാരനായിരുന്ന, ദ്രവ്യാഗ്രഹിയായിരുന്ന സക്കായി എല്ലാം ഒന്നുമില്ലാത്തവനായി തീരുവാനും ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുവാനും, അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പിടിച്ചു പറിച്ചതും കൊള്ള ചെയ്തതും എല്ലാം മടക്കി കൊടുക്കുവാനുമായിട്ടുള്ള തീരുമാനം. അതാ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൽ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ
നമ്മൾക്ക് വീണ്ടും ജന്മം തന്ന ദൈവത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താണ്? 2:10 നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം സൽപ്രവർത്തികൾക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം നമ്മൾ തെറ്റായ നിലയിൽ എന്തെങ്കിലും സമ്പാദിച്ചിട്ട് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും ഒരു അനുഭവം കൂടെ പറഞ്ഞാൽ, ഞാൻ ഹിമാചലിലായിരിക്കുമ്പോൾ 1990 91 വർഷങ്ങളിലാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പൂജാരിയായിരുന്ന ഒരു വിശ്വാസി, അവൻ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. താൻ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ്. ആരും തൻ്റെ ബന്ധുക്കളും എല്ലാവരും തൻ്റെ സ്നേഹിതരും എല്ലാം തന്നെ വഹിക്കുന്നു. പക്ഷേ എല്ലാ ആഴ്ചയിലും വരുമ്പോൾ താനൊരു 100 രൂപ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരും. അപ്പം ഇത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, ഇനി വല്ലതും മോഷ്ടിച്ചുകൊണ്ട് വരുന്നതാണോ? ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ദൈവം തന്നെന്നും പറയാൻ അവൻ തരും. ഞാൻ അവൻ്റെ കൂട്ടുകാരിൽ ചിലരും കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഒരു ചമ്മൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സഹോദരൻ. ഞാൻ അവനോട് ചോദിച്ചു, അവനും കോളേജിൽ പഠിക്കുന്നതാണ്. ഞാനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവർക്ക് ഹാഫ് ഡേ ആണ് കോളേജിൽ. അപ്പോൾ ഇവൻ ഉച്ചവരെ കോളേജിൽ പോകും. ഉച്ച കഴിഞ്ഞിട്ട് അവിടെ ഈ സ്ലേറ്റ് എന്ന് പറയും, സ്ലേറ്റ്, ഈ അവിടെ വിര മേയുന്നത് കല്ലുകൊണ്ടാണ്. കല്ലിൻ്റെ സ്ലേറ്റ് എന്ന് പറയും, സ്ലേറ്റ്. അത് മലയിൽ നിന്ന് താഴെ റോഡിൽ കൊണ്ടുവരുന്നതിന് ഒരു സ്ലേറ്റ് അവിടെ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 25 പൈസ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഇവൻ തലച്ചുമടായിട്ട് 8ഉം 10ഉം സ്ലേറ്റ് ഇങ്ങനെ പല പ്രാവശ്യം കൊണ്ടുവന്ന് അല്പമായിട്ട് കിട്ടുന്ന പൈസ കൂട്ടി വെച്ചിട്ട് ദൈവവേലയെ സ്നേഹിച്ചിട്ട് അവൻ തന്നതാണ്. ഞാനിത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഹൃദയം തകരുവാനിടയായി. അവനെ കെട്ടിപ്പിടിച്ച് അവനെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് അവൻ കർത്താവിൻ്റെ നല്ലൊരു വേലക്കാരനാണ്. ഞാൻ പറയട്ടെ, നിശ്ചയമായും നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളെ പോലും സ്വർഗം കാണുന്നുണ്ട്. നമ്മൾ ദൈവത്തോട് വിശ്വസ്തരാണെങ്കിൽ എങ്ങനെയുള്ള വിശ്വസ്തരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരെ കർത്താവിന് തൻ്റെ വേലയ്ക്ക് വേണം. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ ഒരു പ്രയോജനമുള്ളൊരു ദാസനായി തീരുവാൻ കഴിയണമെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചതിലേക്ക് നമ്മൾ വിശ്വസ്തരായിരിക്കണം. അപ്പോൾ ഞാൻ ആ സഹോദരനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. താൻ ഇന്നും ഹിമാചലിൽ വലിയ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വേല അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ പൗലോസ് പറയുന്നത്, പിന്നെ എഫെസ്യർ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം ഒരു കൂടി ഞാൻ വായിക്കട്ടെ. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ വളരെ കഠിനാധ്വാനികളായി തീരണം. നമ്മൾ ഒരിക്കലും ഒരു മടിയന്മാരായി തീരാൻ പാടില്ല. കൈകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്നവരായി തീരണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിൽ ഒരിക്കൽ നമ്മൾ മോഷണ സ്വഭാവമുള്ളവരാണെങ്കിൽ ഇന്ന് നമ്മൾ സൽപ്രവർത്തികളാൽ നമ്മളെ അലങ്കരിക്കണം. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ആ ക്ലാസ് എടുക്കുകയുണ്ടായി. വരും കാലത്തേക്ക് നല്ലൊരു കരുതൽ നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉള്ള ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരിലും അങ്ങനെയുള്ള ഭാവസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഇന്ന് എൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? എന്നിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കള്ളത്തരമുണ്ടോ? പഴയ ഭാവസ്വഭാവങ്ങളിൽ എന്തെങ്കിലും ഇന്നും എൻ്റെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ടോ? അതൊന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ നിലയിലും വിശുദ്ധന്മാർക്ക് യോഗ്യമായ നിലയിൽ നമുക്ക് ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ആ വരവിനെ പ്രത്യാശയോടെ, ഇന്ന് വരുമെന്നുള്ള പ്രത്യാശയോടെ കാത്തിരിക്കാം. ഒരു ജയാളിയായി ജീവിച്ചുകൊണ്ട് നല്ലവനും വിശ്വസ്തനായിട്ടുള്ള എൻ്റെ ദാസനെ എന്നുള്ള വിളി കേൾക്കാനുള്ള ഒരുക്കത്തോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വമുണ്ടാകട്ടെ. ആമേൻ.